സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് പറയുന്നതിന് മുൻപ് തന്നെ ഞാൻ ആ കാര്യം കാണിച്ചതിന് ശേഷം നമുക്ക് അതിനെപ്പറ്റി ചർച്ച ചെയ്യാം. അതായിരിക്കും അതിൻ്റെ ഒരു ശരി. ഏത് ആ വീഡിയോ കണ്ടു നോക്കാം. Finally, I wanted to tell only one. Ni po mone Dinesha. Ni po mone Vijayan. Ni po mone Vijayan. Your time is over. Your expiry date is over. You don't have any time to continue. Pinarayi Vijayan expiry date is over. Now UDF time is come. We are going to administrate the state. We are going to develop Kerala. Thank you. കണ്ടില്ലേ, ഇത് തെലങ്കാന മുഖ്യമന്ത്രിയായിട്ടുള്ള രേവന്ത് റെഡ്ഡി പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ കാണുന്നത്. അതായത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനെ വെല്ലുവിളിച്ചുകൊണ്ട് നീ പോ മോനെ ദിനാശ എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു, നിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് ഇനി കേരളം UDF ഭരിക്കും, UDFൻ്റെ കയ്യിലാണ് ഇനി കേരളം ഉണ്ടാവുക, പിണറായി വിജയ നിൻ്റെ എക്സ്പയറി കഴിഞ്ഞു, നീ പൊക്കോ എന്നാണ് പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസം ആതിര എന്ന് പറയുന്ന റീൽസ് കുട്ടൂസ് പറഞ്ഞൊരു കാര്യം നിങ്ങളെല്ലാം കണ്ടാണ്, ഞാൻ നിങ്ങളെ കാണിച്ചതാണ്. അതായത് പിണറായി വിജയൻ റിട്ടയർമെൻറ്റിൻ്റെ സമയമായി, അടുത്ത് വീട്ടിലിരിക്കേണ്ട സമയമായി, UDFും കുമ്മനം രാജശേഖരൻ അടക്കമുള്ള ആളുകൾക്കാണ് ഇനി ഇവിടെ സ്ഥാനമുള്ളതെന്നൊക്കെയാണ്. UDF എന്ന് പറഞ്ഞില്ല, 74 വയസ്സുള്ള കുമ്മനം രാജശേഖരൻ യങ്സ്റ്ററാണ്, ഇപ്പോഴും ഇവിടെ ചുറിയൂർക്കുള്ളൊരു പയ്യനെ പോലെ തന്നെ നടക്കുകയാണ്, അവർക്കൊക്കെയാണ് ഇവിടെ ഭരിക്കാനുള്ള അവകാശം, അല്ലെ അവർക്കൊക്കെ ഇവിടെ ഭരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് റീൽസ് കുട്ടൂസ് പറഞ്ഞൊരു കാര്യം നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ ഈ ഒരു രേവന്ത് റെഡ്ഡി എന്ന് പറയുന്ന തെലങ്കാന മുഖ്യമന്ത്രി ഈ ഒരു പരാമർശം നടത്തിയതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ ഒരു പരാമർശം, അല്ലെ മുഖ്യമന്ത്രി അതിന് റിവെഞ്ച് എന്നുള്ള രീതിയിൽ ഒരു മറുപടി കൊടുക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ ഒരു രേവന്ത് റെഡ്ഡിയോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഒരു കഥയെ സൊല്ലട്ടുമാ സാർ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വേണമെങ്കിൽ തുടങ്ങാം. നമുക്കറിയാം, കേന്ദ്ര ആഭ്യന്തര മന്ത്രിയായിട്ടുള്ള അമിത്ഷാ പണ്ട് കേരളത്തിൽ വന്ന സമയത്ത് ഒരു ഡയലോഗ് പറയുകയുണ്ടായി. കേരളത്തിൻ്റെ ഇടതുപക്ഷം എന്ന് പറയുന്ന, അല്ലെ കേരളത്തിൻ്റെ LDF എന്ന് പറയുന്ന ഒരു പാർട്ടിയെ വലിച്ച് താഴെ ഇടുമെന്ന്. അതിന് മുഖ്യമന്ത്രി കൊടുത്തൊരു മറുപടിയാണ് നമ്മൾ പലപ്പോഴായിട്ട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്, ഒരു വീഡിയോയെ പറ്റി, അല്ലെങ്കിൽ ആ ഒരു പ്രസ്താവനയെ പറ്റി, അല്ലെങ്കിൽ ഒരു പ്രസംഗത്തെ പറ്റി നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൽ മുഖ്യമന്ത്രി പറയുന്നത് എന്താണ്, ഈ കേരളത്തിൽ വന്നിട്ട് പിണറായി വിജയനെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെ വലിച്ച് താഴെ ഇടാനുള്ള തടിയൊന്നും ആ ശരീരത്തിനില്ല, അല്ലെങ്കിൽ അത് വെറും വെള്ളമാണ്, പൊള്ളയായിട്ടുള്ള തടിയാണ്, അതിനുള്ള ധൈര്യമൊന്നും അമിത്ഷായ്ക്കില്ല, ഇനി അങ്ങോട്ട് ഉണ്ടാവാനും പോകുന്നില്ല, അതൊന്ന് ചെയ്ത് കാണിക്കട്ടെ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ്, അതായത് കേന്ദ്രത്തിൽ അങ്ങ് തലമൂത്തപ്പന്മാർ വരെ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും നടക്കാത്തൊരു കാര്യം തെലങ്കാന മുഖ്യമന്ത്രി വന്ന് പറയുമ്പോൾ നടക്കാൻ പോകുന്നുണ്ടോ? ഇതൊന്ന് തെലങ്കാന മുഖ്യമന്ത്രി നീ ആദ്യം ഒന്ന് മനസ്സിലാക്കണം. UDFൻ്റെ വലിയ കൊണാണ്ടറാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുമ്പോൾ അങ്ങ് തുക്കട ഒരു സംസ്ഥാനത്തിൽ കിടക്കുന്ന നിനക്ക് എന്ത് യോഗ്യതയാണുള്ളത്? കേന്ദ്രത്തിൽ കിടക്കുന്നവന്മാരെ ഒന്ന് പേടിപ്പിച്ചിട്ട് പേടിക്കാത്തൊരു മുഖ്യമന്ത്രിയാണ് ഇടതുപക്ഷത്തിൻ്റെ നേതാവായിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും പിണറായി വിജയൻ എന്ന് പറയുന്നൊരു സഖാവ്. അങ്ങനെയുള്ള ഒരാൾ അങ്ങ് തുക്കട സംസ്ഥാനത്ത് കിടക്കുന്ന നീ വന്ന് പേടിപ്പിക്കുമ്പോൾ പേടിക്കുമെന്നാണ് വിചാരിച്ചത്? ഈ ഒരു കാര്യത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ രേവന്ത് റെഡ്ഡിയുടെ പലതരത്തിലുള്ള പ്രസ്താവനകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇടതുപക്ഷത്തിലുള്ള പല അനുഭാവികളും, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിലെ പല മന്ത്രിമാരും, മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ പറഞ്ഞത്, രേവന്ത് റെഡ്ഡി കേരളത്തിലേക്ക് നിന്നെ ഞങ്ങൾ വിളിക്കുകയാണ്, കേരളത്തിൽ വന്നിട്ട് നിൻ്റെ വികസനങ്ങൾ നോക്ക്, വിദ്യാഭ്യാസ മേഖല നോക്ക്, സാക്ഷരത വഹിച്ചിട്ടുണ്ടോ നോക്ക്, അല്ലെങ്കിൽ കേരളത്തിലെ ഈ പറയുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ നോക്ക്, ഇതെല്ലാം ഇടതുപക്ഷ സർക്കാർ വന്നതിന് ശേഷം ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ ഒരു 10-1 പോലും നിങ്ങളുടെ സംസ്ഥാനങ്ങളിൽ നിങ്ങളെ കൊണ്ട് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടോ? അതുമില്ല, വെറുതെ ഇങ്ങനെ പ്രവർത്തനങ്ങൾ വായ്ത്താളം വിട്ട് നടക്കുകയാണെന്നാണ് മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും പറഞ്ഞത്. ഈ ഒരു വിഷയം നല്ല രീതിയിൽ ചൊടിപ്പിച്ചത് കൊണ്ട് തന്നെയാണ് ഒരു ലെറ്റർ ഹെഡിൽ, അല്ലെങ്കിൽ ലെറ്റർ പാഡിൽ നീ പോ മോനെ ദിനേശ എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് അയച്ചു കൊടുത്തിരിക്കുന്നത്. അതായത് ഈ നേരിട്ട് വന്നിട്ട് തലസ്ഥാനത്ത് വന്നിട്ട് ഈ കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യാം, ഒരു തുറന്ന പ്രസ്താവന, അല്ലെങ്കിൽ ഒരു സംവാദ പരിപാടി നടത്താമെന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സാധനം സംവാദ പരിപാടികളാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം UDFിലുള്ള പല ആളുകളും LDFനെ വിളിക്കുന്നു, LDF UDFനെ വിളിക്കുന്നു, BJP LDF വിളിക്കുന്നു, പക്ഷെ ഒരുത്തരും വരാനായിട്ട് ധൈര്യമില്ല, ഒരുത്തരും വരാനായിട്ട് സാധിക്കുന്നുമില്ല, എന്തോ പേടിയാണ്. വെറുതെ എവിടെയോ ഒക്കെ ഇരുന്നുകൊണ്ട് വലിയ പ്രഹസനമാണ്. UDFിനെ നോക്കിക്കോളാം, നിങ്ങളുടെ എക്സ്പയർ കഴിഞ്ഞ് പിണറായി വിജയൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് കരയുന്നത്. ഈ കരച്ചിൽ കാണുമ്പോൾ തന്നെ നമുക്കറിയാം LDFിൻ്റെ ഏകദേശം വിജയമൊക്കെ LDF ഉറപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളത്. ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെയാണ് LDF എന്ന് പറയുന്നൊരു പാർട്ടി ഇവിടെ ഭരിച്ച് മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ വെറുതെ വായ്ത്താളം വിട്ടുകൊണ്ടല്ല ഇവരാരും നിൽക്കുന്നത്. അപ്പം നല്ല രീതിയിൽ വേണ്ട കാര്യങ്ങൾ വേണ്ടതുപോലെ തന്നെ നോക്കിയും കണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി ഈ രീതിയിൽ വന്നുകൊണ്ടൊരു പ്രസ്താവന നടത്തുമ്പോൾ, ഈ രീതിയിൽ പ്രഹസനം നടത്തുമ്പോൾ രേവന്ത് റെഡ്ഡിക്ക് ആൾ മാറിപ്പോയി. രേവന്ത് റെഡ്ഡി ഒരു സാധനത്തിനെ പിടിക്കാനായിട്ട് ഇരയാക്കിയിട്ടിരുന്നപ്പോൾ രേവന്ത് റെഡ്ഡിക്ക് മനസ്സിലായില്ല അതിൻ്റെ മറുവശത്തു കൂടി വരാൻ പോകുന്ന ആ ഇര വിഴുങ്ങാൻ വരുന്നത് ഒരു രാജ്യം തന്നെ, അല്ലെങ്കിൽ ഒരു സംസ്ഥാനം തന്നെ വിഴുങ്ങാൻ പ്രകരശേഷിയുള്ള ഒരു വലിയൊരു തിമിംഗലമായിരുന്നു എന്നുള്ളത്. ഇതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊടുക്കുന്നൊരു മറുപടിയുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങൾ ഈ സമയത്ത് കാണേണ്ടത് തന്നെയാണ്. പിണറായി വിജയൻ രേവന്ത് റെഡ്ഡിക്ക് കൊടുക്കുന്നൊരു മറുപടിയും കൂടെ കണ്ടിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം.
ഡാഷ് മോനെ രേവന്ത മറുപടി വരുന്നുണ്ട് എന്ന് മാത്രമേ ഇപ്പൊ പറയാനുള്ളൂ. ഈ മറ്റു കാര്യം ഈ രേവന്ത് റെഡ്ഡി അങ്ങനെ വെല്ലുവിളിക്കാണ് സംവാദത്തിൽ പലർക്കും മുമ്പ് അദ്ദേഹം പറഞ്ഞത് മോദിയും പിണറായിയും സഹോദരൻ നടത്തുന്നു. മോദി മസൂരെ പോലെയുള്ള നേതാക്കളെ പിണറായി മാതൃകയാക്കുന്നില്ല എന്ന സ്റ്റേറ്റ്മെന്റാണ്. രേവന്ത് റെഡ്ഡി ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാള് സാധാരണഗതിയിൽ കാണിക്കേണ്ട ചില രീതികൾ, നമ്മൾ മര്യാദകൾ എന്നൊക്കെ പറയല്ലോ, അതൊക്കെ ഉണ്ട്. അതിനൊക്കെ ചേർന്ന രീതിയിലാണോ അദ്ദേഹത്തിൻ്റെ ഈ ഇടപെടൽ വന്നിട്ടുള്ളതെന്ന് അദ്ദേഹം തന്നെ സ്വയമേവ ചിന്തിക്കട്ടെ. ഏതായാലും അദ്ദേഹം പരസ്യമായിട്ട് ഉന്നയിച്ച സാഹചര്യത്തിൽ ഞാൻ പരസ്യമായി തന്നെ മറുപടി പറയാൻ പോകുന്നുണ്ട്. ആ മറുപടി കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാനത് വിശദമായിട്ട് പറയുന്നില്ല. അത് പറഞ്ഞാൽ കുറേ വിശദമായിട്ട് പോകണമെന്നുള്ളതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അതുകൊണ്ട് രേവന്ത് റെഡ്ഡിയോട് ഡാഷ് മോനെ രേവന്ത മറുപടി വരുന്നുണ്ട് എന്ന് മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ. കണ്ടില്ലേ, ഈ രീതിയിൽ മറുപടി കൊടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു മുഖ്യമന്ത്രി വേറെ എവിടെയുണ്ട്? എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രിമാരുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു മുഖ്യമന്ത്രി ഡാഷ് മോനെ എന്ന് വിളിച്ചുകൊണ്ട് ഒരു പരാമർശം നടത്തുന്നതും ലെറ്റർ ഹെഡിൽ പോ മോനെ ദിനാശ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിക്കൊണ്ടൊരു പരാമർശം നടത്തുന്നതും ആദ്യമായിട്ട് തന്നെയായിരിക്കും. രേവന്ത് റെഡ്ഡി വിചാരിച്ചത് വെറുതെ വന്നെങ്കിൽ ചൊറിഞ്ഞിട്ട് പോയി കഴിഞ്ഞ് ഇതെല്ലാം കേട്ടിട്ട് കയ്യും കെട്ടി ഇലക്ഷനൊക്കെ അല്ലേ ഒന്നും മിണ്ടാതെ ഇരിക്കുന്ന ഒരു പാർട്ടിയാണ് LDF എന്നാണ്. എടാ മോനെ, നിന്നേക്കാളും മൂത്തവന്മാർ വന്നിട്ട് നടന്നിട്ടില്ല. ഒരു പരിപാടി, ഒരു കമാന്നൊരു അക്ഷരം മിണ്ടാൻ സാധിച്ചിട്ടില്ല. ഗുണ്ടകളൊന്നും അല്ല LDFിലുള്ളത്. നല്ല കാര്യങ്ങൾ ചെയ്ത് ആ നല്ല കാര്യങ്ങളിൽ കൂടി തന്നെ മുന്നേറിപ്പോകുന്ന ആളുകളാണുള്ളത്. അങ്ങനെയുള്ള ആളുകൾ ഇരിക്കുന്നിടത്ത് നിൻ്റെ ഈ പ്രഹസനം കൊണ്ട് നീ വന്നു കഴിഞ്ഞിട്ട് നീ എന്ത് ഉണ്ടാക്കാനാണ് നീ വിചാരിക്കുന്നത്? എന്തെങ്കിലും ഇവിടുത്തെ കേരളത്തിലെ ആരുടെയെങ്കിലും ഒരു രോമത്തിൽ തൊടാൻ നിനക്ക് കഴിവുണ്ടോ? അല്ലെ കേരളത്തിലുള്ള LDFിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് തൊടാൻ നിനക്ക് കഴിവുണ്ടോ? ഇല്ല. ആർക്കോ വേണ്ടിയിട്ട് പണിയെടുത്തുകൊണ്ട് എന്നെ അടിമയെ പോലെ നിൽക്കുന്ന UDFിൻ്റെ ഒരു സാരഥിയായിട്ടുള്ള തെലങ്കാന CM ഈ രീതിയിലൊരു പരാമർശം നടത്തിയിട്ട് CM വിചാരിച്ചത് അങ്ങ് കയ്യും കെട്ടിപ്പോവാം, മാസ് BGM കയറ്റി മാധ്യമങ്ങളെല്ലാം അടിച്ച് പൊളിച്ച് ആഘോഷിക്കുമെന്നാണ്. ഞാൻ വേറൊരു പോസ്റ്റ് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ആ പോസ്റ്റ് പറയുന്നത്. ഔദ്യോഗിക ലെറ്റർ പാഡിൽ കേരള മുഖ്യമന്ത്രിയെ പോ മോനെ വിജയ എന്ന് പറഞ്ഞപ്പോൾ മാധ്യമങ്ങൾക്കത് മാസ്. ഡാഷ് മോനെ രേവന്ത മറുപടി വരുന്നുണ്ടെന്ന് തിരിച്ചു പറഞ്ഞപ്പോൾ മാധ്യമങ്ങൾക്കത് വളരെ മോശം. ചർച്ചയായി രേവന്ത് റെഡ്ഡി പിണറായി വിജയൻ പോര്. അതായത് മുഖ്യമന്ത്രിയെ പറഞ്ഞപ്പോൾ, അതായത് പിണറായി വിജയനെ പറഞ്ഞപ്പോൾ എല്ലാ ആളുകൾക്കും അത് വലിയൊരു സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമായിട്ട് എടുത്തുകൊണ്ട് കൊട്ടി ഘോഷിക്കുകയും ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഇട്ടുകൊണ്ട് വലിയ വിപ്ലവകരമാം വിധം എന്തോ രേവന്ത് റെഡ്ഡി ചെയ്തു എന്നുള്ള രീതിയിലൊക്കെ കൊട്ടി ഘോഷിക്കുന്നുണ്ടായിരുന്നു. തിരിച്ച് മുഖ്യമന്ത്രി അങ്ങോട്ട് ഡാഷ് മോനെ എന്ന് വിളിച്ചു കഴിഞ്ഞപ്പോൾ ഒന്നും പറയാനില്ല. മുഖ്യമന്ത്രി കൂടുതലൊന്നും പറഞ്ഞില്ല. മുഖ്യമന്ത്രി പറഞ്ഞത് നേരിട്ട് മറുപടി കൊടുക്കാനുള്ളത് ഞാൻ നേരിട്ട് കൊടുക്കും. ഇപ്പം എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ, ഡാഷ് മോനെ രേവന്തേ, ഇത്ര മാത്രമേ ഉള്ളൂ. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നവർ ഇതിൽ നിന്ന് മനസ്സിലാക്കുക. ഇനി കൊടുക്കാനുള്ളതെല്ലാം ഞാൻ നേരിട്ട് കൊടുക്കും. സംവാദ പരിപാടികളിൽ കൂടിയോ അല്ലാതെയോ ഞാൻ കൊടുക്കാനുള്ളത് കൊടുക്കുമെന്നാണ് പറയുന്നത്. നീയൊക്കെ വിചാരിച്ചത് പ്രായം കൂടി റിട്ടയർമെൻറ്റായി എക്സ്പയറി ആയി ഇതങ്ങ് കഴിഞ്ഞു എന്നാണ്. എന്നാൽ അയാളുടെ ഉള്ളിൽ ഇപ്പോഴും തിളയ്ക്കുന്നത് ഇടതുപക്ഷം എന്ന് പറയുന്ന, അല്ലെങ്കിൽ കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു ബ്ലഡാണ്. ആ ബ്ലഡ് അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം അയാളുടെ രോമത്തിലെന്നല്ല, അയാളുടെ ഒരു 7 അയൽവക്കത്ത് പോലും വരാൻ നിന്നോട് സാധിക്കത്തില്ല. എവിടെയോ കിടക്കുന്ന ഏതോ ഒരു പട്ടിക്കാട്ടി കിടക്കുന്നവൻ വന്നിട്ട് കിടന്ന് മെഴുകുകയാണ് ഇടതുപക്ഷത്തിൻ്റെ സർക്കാരിനെ വലിച്ച് താഴെ ഇടുമെന്നും ഇടതുപക്ഷത്തിൻ്റെ സർക്കാരിൻ്റെ എക്സ്പയർ കഴിഞ്ഞുവെന്നും. ഇതിനേക്കാൾ വലിയ വമ്പന്മാരും കൊമ്പന്മാരും വന്നിട്ടൊന്നും നടന്നിട്ടില്ല. അല്ലേ ഈ ചീള് കേസ് ഒന്ന് പോടാ ചള്ളി ചെക്കാന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും ഇടതുപക്ഷത്തിൻ്റെ ഒപ്പം തന്നെയാണ് കേരളത്തിലെ എല്ലാ ജനങ്ങളും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ അടുത്തിടെയായിട്ട് മുഖ്യമന്ത്രി നല്ല രീതിയിൽ സ്കോർ ചെയ്യുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയെ മാത്രം മതി. ഇപ്പോൾ രാജ്യത്തിൻ്റെ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഒരാൾ കുറ്റം പറയുകയാണെങ്കിൽ നല്ലതിന് കുറ്റമായിട്ട് പറയുകയാണ്, മോശം ചെയ്യുന്നുണ്ടെങ്കിൽ മോശമാണെന്ന് തന്നെ പറയണം. അത് ആ രീതിയിൽ അങ്ങനെ തന്നെ പറയണം. നല്ലത് ചെയ്യുമ്പോഴും കുറ്റമായിട്ട് തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ കുറ്റം പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കേരളത്തിൽ ആ ഒരു സംസ്ഥാനത്തിലെ ഒരു പൗരൻ എന്ന നിലയിൽ നമ്മൾ തിരിച്ച് പ്രതികരിക്കണം. അങ്ങനെ പ്രതികരിക്കാതിരിക്കുന്നത് ഒരുതരം അടിമത്തമാണ്. അങ്ങനെ പ്രതികരിക്കുന്നത് നമ്മൾ ആ ഒരു മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്ന വിലയല്ല, നമ്മുടെ ഭരണഘടനയോടും നമ്മുടെ ഈ പറയുന്ന സംസ്ഥാനത്തിരിക്കുന്ന നിയമവ്യവസ്ഥകളോടും നമ്മൾ പാലിക്കേണ്ട ഒരു കടമയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് രേവന്ത് റെഡ്ഡിക്ക് മുഖ്യമന്ത്രി ഈ രീതിയിലൊരു മറുപടി കൊടുത്തപ്പോൾ എനിക്ക് ഇത്രയധികം സന്തോഷം. അല്ലാതെ ഞാൻ ഒരു അടിമ കമ്മി ആയതുകൊണ്ടൊന്നും അല്ല കേട്ടോ. ഞാനൊരു കൊങ്ങിയല്ല, കമ്മിയല്ല, സംഖ്യയല്ല, ഒന്നുമല്ല. ഇത് ആണെന്ന് പറഞ്ഞ് മെഴുകാനായിട്ട് വരുന്ന കുറച്ച് ആളുകളുണ്ട്. അവരൊന്ന് വീണ്ടും അറിയാൻ വേണ്ടിയിട്ട് പറയുകയാണ്. ഞാൻ എല്ലാ മനുഷ്യൻ്റെ ഒപ്പവുമാണ്. മനുഷ്യത്വമുള്ള മനുഷ്യ സ്നേഹികൾക്കൊപ്പം മാത്രമാണ് ഞാൻ എപ്പോഴും നിലകൊള്ളാറുള്ളത്. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. എന്തായാലും ഈ ഒരു കാര്യത്തിൽ മുഖ്യമന്ത്രി കാണിച്ച ഒരു നിലപാടല്ലെ, മുഖ്യമന്ത്രി കൊടുത്തൊരു മറുപടി, ഒരു ബിഗ് സല്യൂട്ട് നൽകിക്കൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുന്നവരെ